ലഹരിയുടെ ഉറവിടം തേടി പോലീസ്. സംസ്ഥാനത്തെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കാൻ നീക്കം നടത്തുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലയിലും ഹാർബറുകളിലുമടക്കം പോലീസിന്റെ വ്യാപക പരിശോധന നടന്നു. റെയ്ഡിൽ പെരുമാതുറ സ്വദേശിയായ അസറുദ്ദീൻ പിടിയിലായി. തീരദേശ മേഖലയിൽ ലഹരി വിൽക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സെന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകളിലായിരുന്നു പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർക്കല ഐരൂരിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കുപറ്റി. വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ഷിജുവിനാണ് പരിക്കേറ്റത്. ലക്കമൺ UP സ്കൂളിന് സമീപത്തെ റെയ്ഡിനിടെ ഒരു സംഘം ഷിജുവിനെ കുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ലഹരി വ്യാപനം തടയാൻ അതേസമയം കൊച്ചിയിലും വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇത്തരം ഇടങ്ങളിൽ നിന്നെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തുന്നു എന്ന സംശയത്തിലാണ് പോലീസ്. ഈ സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളെയും നിരീക്ഷിച്ചു വരികയാണ്. കൊറിയർ വഴിയും ലഹരി വരവ് കൂടിയ സാഹചര്യത്തിൽ ഇതും നിരീക്ഷിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും ഓൺലൈനായിട്ട് ലഹരി ഓർഡർ ചെയ്തയാൾ കോഴിക്കോട് പിടിയിലായിരുന്നു. ഇതാണ് സംസ്ഥാനത്തെ പൊതുവായ സാഹചര്യം. എന്തായാലും ലഹരി മാഫിയയുടെ ലഹരി ബന്ധമുള്ളവരെ പിടിക്കാൻ ലഹരിയുടെ മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനയിലേക്ക് തന്നെയാണ് പോലീസ് കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്, ഒപ്പം തന്നെ കൊച്ചിയിൽ ഡാൻ ഇപ്പോഴും ചേരുന്നു. ആദ്യം ഡാൻ, തിരുവനന്തപുരത്ത് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഒരു പുതിയ നീക്കം, ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന. എന്തുകൊണ്ടാണ് ഈ തീരദേശങ്ങൾ ലഹരി മാഫിയയുടെ പിടിയിൽ അല്ലെങ്കിൽ ലഹരി വിതരണക്കാർ വ്യാപകമായി എത്തുന്നു എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നതിന് കാരണം? സജിത്ത്, ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ ഏതാണ്ട് 2854 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം 17,246 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യവുമുണ്ടായി. ഈ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇതിലേക്ക് വ്യാപനം, അതായത് ഈ ലഹരിയുടെ വ്യാപനം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തീരദേശ മേഖലകൾ തന്നെയാണ് എന്നൊരു സൂചനകളിലേക്ക് പോലീസ് എത്തിയത്. അതായത് തീരമേഖലയിലെ സുരക്ഷിതമായ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലഹരി മാഫിയകൾ അവരുടെ ലഹരി വസ്തുക്കളുടെ വിപണനം നടത്തുന്നത്, അത് സൂക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളായ പുതുക്കുറിച്ചി, അതോടൊപ്പം തന്നെ അഞ്ചുതെങ്ങ്, പെരുമാതുറ ഉൾപ്പെടെയുള്ള മേഖലകൾ, ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ വർക്കല തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നർക്കോട്ടിക്സ് ആൻഡ് റൂറൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്ന് അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 26 വയസ്സുകാരനായ നസറുദ്ദീൻ അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യവും. അതായത് ഈ പരിശോധന തുടർച്ചയായി ഇങ്ങനെ കോസ്റ്റൽ ഏരിയാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഡാൻസ് സംഘത്തിന്റെയും പോലീസിലെ മറ്റ് ഏജൻസികളുടെയും സഹായത്തോടെ വ്യാപകമായി നടത്താനാണ് പോലീസിന്റെ നീക്കം. അതായത് തീരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനം സജീവമാകുന്നതായിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തീരമേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കടലിനകത്തും പുറത്തും ലഹരി വേട്ടയുടെ ഭാഗമായുള്ള പരിശോധനകൾ ഊർജിതമാക്കാനുള്ള പോലീസിന്റെ നീക്കം. അതാണ് സാഹചര്യം. ഈ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഡാൻ എവിടെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്? ഇന്നലെ പ്രധാനമായി പരിശോധന നടന്നത് പുതുക്കുറിച്ചി, മരിയനാട്, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, അരിവാളം, റാത്തിക്കൽ, വെറ്റക്കട തുടങ്ങിയ ഫിഷ് ലാൻഡിംഗ് സ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർക്കല, അഞ്ചുതെങ്ങ്, കഠിനംകുളം, ഐരൂർ, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വ്യാപകമായ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം, അതായത് ലഹരിയുടെ വിപണനം നടക്കുന്നതായി സംശയിക്കുന്ന സ്ഥലങ്ങൾ പോലീസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് വാട്സാപ്പിലൂടെ ലഹരി വിൽപ്പനയെ സംബന്ധിച്ചോ ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സന്ദേശങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പോലീസിന്റെ വാട്സാപ്പ് നമ്പർ കൂടി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിപുലമായ തരത്തിലാണ് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് തിരുവനന്തപുരം റൂറൽ മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഊർജിതമാക്കിയിരിക്കുന്നത്. ഡാനിലേക്ക് തിരികെ വരാം. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ
ഡാനി, ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് കൊച്ചിയാണ്. പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂരെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇതിന് പുറമെ കൊറിയർ വഴിയും ഇതെത്തുന്നു എന്ന സംശയത്തിലുണ്ട്. അപ്പോൾ പോലീസ് ഈ അനിഷ്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എന്ത് നീക്കമാണ് അവിടെ നടത്തുന്നത്? ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ? സജിത്ത, ഇതിൽ പ്രധാനമായിട്ടും തന്നെയും പോലീസ് സംശയിക്കുന്നത് ഇവിടേക്ക് ലഹരി എത്തുന്നത്, അതായത് കൊച്ചിയിലേക്ക് കൂടുതലായും ലഹരി എത്തുന്നത് ഇപ്പോൾ ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൊറിയർ വഴിയും, ഒപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഹൈബ്രിഡ് കഞ്ചാവ് അത് കൂടുതലായി തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയൊരു 3 വഴികളിലൂടെ വളരെ സുഗമമായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് എക്സൈസും പോലീസും എല്ലാം തന്നെ കണക്കാക്കുന്നത്. ഇതിനെ ട്രാക്ക് ചെയ്യുക, ഇവിടെ കൃത്യമായി പ്രതിരോധം തീർക്കുക എന്നത് തന്നെയാണ് പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസും എക്സൈസും കസ്റ്റംസും എല്ലാം ഒരു ജോയിന്റ് വെഞ്ചർ എന്നുള്ള രീതിയിൽ തന്നെ പല രീതിയിലുള്ളൊരു പ്രതിരോധങ്ങൾ തീർക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റിലായിരുന്നു. ഇവരിൽ നിന്ന് കൂടിയ തോതിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെയും താരതമ്യേന ചെറിയ കടത്തുകാരെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ ഒരു വലിയ കണ്ണികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളി മേഖലയിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് പോലീസിന് പോലും അതിൻ്റെ ഒരു കൃത്യമായ ഒരു കണക്കില്ല. ഇത് ആരൊക്കെ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഈ മാവോ തീവ്രവാദികൾ വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിട്ട് ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ അത്ര കണ്ട വലിയ പ്രതിസന്ധികൾ ഇവിടെ പോലീസിന് സൃഷ്ടിക്കുന്നുണ്ട്. ക്രമസമാധാന വിഷയങ്ങൾ ഒരു ഭാഗത്ത്, അതിനിടെയാണ് ഇപ്പോൾ ഇവരെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരിക്കടത്ത് കൂടുന്നത്. അത് ഇവർക്ക് വളരെ കൃത്യമായി ഒഡീഷയിൽ നിന്നും എല്ലാം തന്നെ വളരെ കൃത്യമായി ഇവിടേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ കച്ചവടക്കാരായിട്ട് പലരും മാറിയിട്ടുണ്ട്. ഇവർ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ഇതുപോലുള്ള അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിലായിരുന്നെങ്കിൽ ഇന്ന് അതിന് പുറത്തേക്ക് കടന്നിരിക്കുന്നു. കാരണം ഇവരെ പലരും തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് ഇവിടെയുള്ളവർ തന്നെയാണ്, ഇവിടെയുള്ള ലഹരി കച്ചവടക്കാർ തന്നെയാണ്, കഞ്ചാവ് വിൽപ്പനക്കാരും എല്ലാം തന്നെയാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് ഒഡീഷയിൽ നിന്ന് കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ചെലവിലൂടെയൊക്കെ കൊണ്ടുവരിക. ട്രെയിൻ മാർഗമാണ് പലരും തന്നെ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരാണ് ഇന്നലെ പിടിയിലായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഒപ്പം തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടുത്തിടെയായിട്ട് കൂടിയ തോതിൽ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ചില കേസുകൾ മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക, അതായത് അറസ്റ്റ് ചെയ്യപ്പെടുക, പിടികൂടുക എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സൈസ് വകുപ്പിനെല്ലാം തന്നെ കുഴക്കുന്നൊരു വിഷയം ഈ പാർസൽ വഴി ഇവിടേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നതാണ്. ഇന്നലെ പിടികൂടിയത് ജർമ്മനിയിൽ നിന്നും ഇവിടേക്ക് വന്ന കൊറിയറാണ്. ഇത് സംശയം തോന്നുന്നു. അതിൽ അന്താരാഷ്ട്ര കൊറിയർ കേന്ദ്രത്തിലേക്കാണ് ഇന്നലെ ഇവിടേക്ക് എത്തിയത്, എറണാകുളത്തേക്ക് എത്തിയത്. അവർക്ക് തോന്നിയ സംശയമാണ്. പിന്നീട് ഈ എക്സൈസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് അന്വേഷണങ്ങൾ നടത്തി. ഈ ഉടമസ്ഥർ എപ്പോഴും വ്യാജ വിലാസമാണ് നൽകുന്നത്. പിന്നീട് ഇവിടേക്ക് എത്തി തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് അത് ട്രാക്ക് ചെയ്യാനടക്കം കഴിയുന്നത്. അങ്ങനെ ഒരേ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല തന്നെയാണിത്. ഇന്നലെ അറസ്റ്റിലായത് കോഴിക്കോട് കുതിരവട്ടം സ്വദേശിയായ ഒരു സയ്യിദ് മിർസ എന്ന് പറയുന്ന യുവാവാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റാവുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഇവരെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ രംഗത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് എക്സൈസും പറയുന്നത്. അങ്ങനെ ഇവർക്കെല്ലാം ഇവരിലേക്ക് മാത്രം ഇത് ഒതുങ്ങുന്നില്ല. വലിയ രീതിയിലുള്ളൊരു അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇന്നും പരിശോധനകൾ പല ഭാഗങ്ങളായിട്ട് തുടരുന്നുണ്ട്. പെരുമ്പാവൂർ റൂറൽ ലിമിറ്റിൽ ഇന്നും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഈ പശ്ചിമ കൊച്ചിയുടെ മേഖലകളും നേരത്തെ തന്നെയും ഇതുപോലെ ഈ ലഹരി വിൽപ്പന രംഗത്ത് വളരെ ഒരു സമാന്തര സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം പോലീസിൻ്റെ പരിശോധനകളിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. രാത്രികാല റൈഡുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതിന് ഈ പോലീസ് പറയുന്നത് നേരത്തെ ഈ ലഹരി ഇഞ്ചക്ഷനും മറ്റുമായിരുന്നു കൂടുതലായിട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലേക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് യുവാക്കൾ ഈ കാറ്റഗറിയിൽ പെടുന്നവരെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. കണ്ടുപിടിക്കാനും വളരെ ദുഷ്കരമായ രീതിയിലേക്ക് MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ അത് കണ്ടെത്താനും ബുദ്ധിമുട്ടിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രതിരോധവും മറികടന്നുകൊണ്ട് ശക്തമായ രീതിയിലേക്കുള്ളൊരു പരിശോധനകളിലേക്ക് പോകുക എന്നത് മാത്രമാണ് ഇപ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും എല്ലാം മുന്നിലുള്ള വഴി. ആ രീതിയിലൂടെ പരിശോധനകൾ കർശനമാക്കുകയാണ് കൊച്ചിയിലും. സജിത്ത. ഡാനി തുടരുക. ഡാൻ, നമുക്കറിയാം സംസ്ഥാനത്ത് ഈ യുവാക്കൾ പ്രതിയായിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.
ഇവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവരൊക്കെ കൂടുതലായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കാരണം യുവാക്കളിലെ ലഹരി ഉപയോഗമാണ് എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പോലീസിനും അതിൻ്റെതായ ചില കണക്കുകൾ അവർ ശേഖരിച്ചിട്ടുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് ഇന്നലെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. ഈ വിഷയം വിശദമായി നമ്മുടെ നിയമസഭാ സാമാജികർ വിലയിരുത്തിയതാണ്. അത് സംബന്ധിച്ച് പൊതുസമൂഹം പുലർത്തേണ്ട ജാഗ്രതയടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് യുവാക്കളിലെ കൂടുതലായി കണ്ടുവരുന്ന കുറ്റവാസ സ്വഭാവം അത് ഈ ലഹരി തന്നെ എന്നത് സംബന്ധിച്ച വിലയിരുത്തലിലേക്കാണ് വരുന്നത്. പോലീസും അത്തരം കണക്കുകൾ ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സഹിത ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം റേഞ്ച് IG-യുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം പരിശോധനയിൽ, അതായത് തിരുവനന്തപുരം റേഞ്ചിൽ നടന്ന പരിശോധനയുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: തിരുവനന്തപുരം റേഞ്ചിൽ നടന്ന വ്യാപകമായ പരിശോധനയിൽ 546 ലഹരി കേസുകൾ ഇവിടെ മാത്രം രജിസ്റ്റർ ചെയ്യുകയും 572 അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. അതിൽ തന്നെ MDMA, കഞ്ചാവ്, അതോടൊപ്പം തന്നെ ഈ ലഹരി അടങ്ങിയ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ കണക്കുകളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ലഹരിയുടെ ഉപയോഗം ഏതെങ്കിലും ഈ കഞ്ചാവോ MDMA പോലുള്ള വസ്തുക്കൾക്ക് അപ്പുറത്തേക്ക് സാധാരണയായി മെഡിസിന് സമാനമായ തരത്തിൽ ടാബ്ലറ്റ് രൂപത്തിലും അല്ലെങ്കിൽ ചോക്ലേറ്റിനൊക്കെ കലർത്തുന്ന തരത്തിലും ഇങ്ങനെ പലതരത്തിൽ ഈ ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ട്. ഒരു തവണ അതിൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട് എന്നാണ് നിയമസഭയിൽ തന്നെ ഇന്നലെ നടന്ന ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രിയും വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷവും എല്ലാവരും പരസ്പരം പറഞ്ഞത്. അതായത് ഈ ബോധവൽക്കരണം എന്നത് കേവലം ഒരു ഏജൻസിയിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ലഹരിയുടെ വ്യാപനത്തെ തടയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഈ സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഒരു അപരിചിതത്വം ഉണ്ടാകുകയോ അസ്വാഭാവികമായ പെരുമാറ്റ രീതികൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ അത് മൂടിവെക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വൈകുന്ന ഓരോ ദിവസവും കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് പതിക്കുക. നമ്മളവിടെ ചേർത്ത് വായിക്കേണ്ടത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വെള്ളറടയിൽ ഒരു യുവാവ് തന്റെ സ്വന്തം പിതാവിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അതിനുശേഷം അവരുടെ മകൾ ഓഫ് റെക്കോർഡിൽ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്ന കാര്യം, അച്ഛനെയും അമ്മയും ക്രൂരമായി ഇവൻ മർദ്ദിച്ചിരുന്നു എന്ന കാര്യം ഞങ്ങളോട് ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് അവർ പേടിച്ചിട്ട് പുറത്ത് പറയാതിരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതായത് കുടുംബത്തിൽ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം മക്കൾ നടത്തുന്ന അതിക്രമങ്ങൾ ദുരഭിമാനം മൂലം പുറത്തു പറയാൻ തയ്യാറാകാതെ അവസാനം വലിയ തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്നതിന് ശേഷം മാത്രം കണ്ണീരും കൈയുമായി ഈ വിവരങ്ങൾ പുറത്തു പറയാൻ നിർബന്ധിതരാകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ ഒരു ഗൗരവം, ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് ഈ ലഹരിയുടെ വ്യാപനം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ അസ്വാഭാവികമായ തരത്തിലുള്ള പെരുമാറ്റം അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തുന്ന ഒരു നീക്കം അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഇതിനെതിരായിട്ടുള്ള നടപടികൾ അതിന്റെ ആക്കം വർദ്ധിക്കുകയുള്ളൂ, വേഗം വർദ്ധിക്കുകയുള്ളൂ. അതാണ് ആ മേഖലകളിൽ നടക്കുന്ന കാര്യം. ഇന്നലെ ഡാൻ ഈ നിയമസഭയിൽ വലിയ തരത്തിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നതാണ്. ഇത് സമൂഹത്തിന്റെ ഒരു വിപത്താണ്, ഇതിൽ ഇടപെടുമെന്ന ഉറപ്പൊക്കെ മുഖ്യമന്ത്രി സഭയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം നമുക്ക് ഈ നിയമസഭാ സമ്മേളന കാലയളവിലും രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഇതൊരു പൊതു സാഹചര്യമാണ്. കാരണം സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു പോവുക എന്നതിനപ്പുറം നമ്മൾ മാധ്യമങ്ങളും ഒരു വലിയ അജണ്ടയായി ഏറ്റെടുക്കേണ്ട സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതാണല്ലോ നമ്മളും വിശദമായി എടുക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ വിഷയത്തെ ആ ഗൗരവത്തോടെ പൊതുസമൂഹം ഏറ്റെടുക്കുന്നുണ്ടോ? ആ തരത്തിൽ തലസ്ഥാനത്ത് അങ്ങനെ ഒരു ചർച്ചയും നീക്കങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതായത് ഇന്നലെ സഭയിൽ നടന്ന ചർച്ചയിൽ വളരെ ഗൗരവപരമായ തരത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ലഹരിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ 98% അവർക്ക് നടപടി ഉറപ്പാക്കാൻ കഴിയുന്നത്. അതായത് രാജ്യത്ത് തന്നെ ഇത്തരം കേസുകൾ കൂടുതൽ അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ചത്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇതിന്റെ വ്യാപനം തടയാൻ കഴിയുന്നില്ല എന്ന ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ആശങ്ക നിർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ, അതിന് തടയിടാൻ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ വൈരം മറന്ന് ഒന്നായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി അത് വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ ഈ തുടർച്ചയായി ഇങ്ങനെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും അതിൽ
യുവാക്കൾക്ക് തന്നെ, അതായത് നിരവധി യുവാക്കൾ തന്നെ ഈ കേസുകളിൽ പ്രതികളാകുകയും സ്വന്തം കുടുംബാംഗങ്ങളെ വരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഒരു സമൂഹബോധം, ഒരു പൊതുബോധം ലഹരിക്കെതിരെ ഉയർന്നത്. ഇപ്പോഴുള്ള അതിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു വികാരം അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ ഈ ലഹരിക്കെതിരായ പോരാട്ടം ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് തുടരാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് പോലീസും എക്സൈസും ഒക്കെ ഒരുപോലെ ആവർത്തിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പരിശോധന നടത്താൻ കഴിയുന്നത്. ഒരിക്കലും ഒരു വീടിനകത്ത് കയറി ലഹരിയുണ്ട് എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് അങ്ങോട്ട് ചെല്ലുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഈ സംശയാസ്പദമായ തരത്തിലുള്ള പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്, അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് കൈമാറണം, പോലീസിന് കൈമാറണം എന്നവർ ആവശ്യപ്പെടുന്നത്. വളരെ രഹസ്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും. അതിലാരും അഭിമാന പ്രശ്നം കരുതരുത് എന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിന്റെ കാര്യവും ഈ വ്യാപനം എത്ര കണ്ട് നമ്മുടെ സമൂഹത്തെ അപകടത്തിലേക്ക് തള്ളിവിടുന്നു എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. യെസ്, അതാണ് ഡാൻ സൂചിപ്പിച്ചത്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹം ഇതിനെ എത്ര കണ്ട് ഏറ്റെടുക്കുമെന്നാണ്. പോലീസ് കൃത്യമായ ഇടപെടൽ എന്ന പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോവുകയാണ്. 9995966666 ഈ നമ്പറിലേക്ക് വിളിക്കാം. ഈ നമ്പറിലേക്ക് വിളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയകരമായ സാഹചര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ സാധാരണക്കാർക്കും ബന്ധപ്പെടാം. അങ്ങനെ പോലീസും ഒരു ടോൾ ഫ്രീ നമ്പർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. ഏതു തരത്തിലുള്ള ഇടപെടലും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയിലൂടെ കൂടി നമുക്ക് കണ്ടെത്തണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.